ഗൈസ്, അപ്പൊ ഇന്ന് കിടിലൻ ഓഫറുമായിട്ടാണ് വന്നിട്ടുള്ളത്. 4 വാഹനങ്ങൾ, ഈ കിടക്കുന്ന വാഹനങ്ങളില് 4 വാഹനങ്ങൾ നമ്മൾ ഫുള്ള് ലോണിൽ കൊടുക്കുന്നുണ്ട്. നമ്മളെ ഷോറൂം കൊടുക്കുന്ന ഓഫറാണ്. ഇനി എന്റെ ഓഫർ ഉണ്ട്. നമ്മളെ വീഡിയോ മുഖേന വന്ന് വണ്ടി എടുക്കുന്നവർക്ക് എന്റെ വക 2000 രൂപേന്റെ ഫ്യൂവല് കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പൊ വാഹനങ്ങളുടെ ഫുള്ള് ഡീറ്റെയിൽസ്, റേറ്റ്, മോഡല്, ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോയിൽ നമ്മൾ പറയുന്നതായിരിക്കും. മുഴുവൻ കാണും. എന്നിട്ട് ഫുൾ ലോണിൽ കിട്ടുന്ന വാഹനങ്ങൾ നോക്കുക. അത് നോക്കുന്നവര് മീൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ബാക്കി വീഡിയോയിൽ കാണാം. ഓക്കെ, ഇപ്പം KL60L0069 എന്ന് പറഞ്ഞ നമ്പറിൽ വരുന്ന കിടിലൻ നമ്പറിൽ വരുന്ന ഒരു ബ്രസ ZD ആണ്. ഡീസൽ ഫ്യൂൽ വരുന്ന വണ്ടിയാണ്. നല്ല ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്റീരിയർ എക്സ്റ്റീരിയർ വെൽ മെയിൻറ്റൈൻഡ് ആണ്. 73,000 കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുണ്ട്. സിംഗിൾ RC വണ്ടിയാണ്. വണ്ടിക്ക് ആസ്ക് ചെയ്യുന്ന പ്രൈസ് 7,30,000. ആസ്ക് ചെയ്യണല്ലോ കേട്ടോ ഗൈസ്, ഫൈനൽ പ്രൈസ് ആണ്. 7,30,000 രൂപയാണ് വണ്ടിന്റെ പ്രൈസ്. നീറ്റ് വണ്ടിയാണ്. അപ്പൊ ബ്രസ് നോക്കുന്നവരുണ്ടെങ്കിൽ നമ്പർ എടുക്കുക. എന്നിട്ട് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. ടാറ്റേന്റെ ഒരു കിടിലൻ വണ്ടിയാണ് കേട്ടോ. KL11BR8838 എന്ന് പറഞ്ഞ നമ്പറിൽ വരുന്ന 2020 മോഡൽ നെക്സോൺ XM വേരിയന്റിൽ വരുന്ന കിടിലൻ വണ്ടി. ടയേഴ്സ് നല്ല കിടുക്കാച്ചി കണ്ടീഷനിലുണ്ട്. അതുപോലെ ഇന്റീരിയർ എക്സ്റ്റീരിയർ വെൽ മെയിൻറ്റൈൻഡ് ആണ്. 5,40,000 രൂപയാണ് വണ്ടിന്റെ പ്രൈസ് എന്ന് പറയുന്നത്. സെക്കൻഡ് RCയിൽ കിടക്കുന്ന വണ്ടിയാണ്. അപ്പൊ താല്പര്യമുള്ളവര് പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാം. ഇനി ബ്രസ് നോക്കുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കൂടി ചെയ്യാം കേട്ടോ. അടുത്തായിട്ട് വീണ്ടും ഒരു ബ്രസ് വന്നിട്ടുണ്ട്. കിടിലൻ വണ്ടിയാണ്. KL60S6579 നമ്പറിൽ വരുന്ന ബ്രസ VXA ആണ്. സിംഗിൾ RC വണ്ടി. 39,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. 2021 മോഡൽ. ടയർ, ഇന്റീരിയർ എക്സ്റ്റീരിയർ വെൽ മെയിൻറ്റൈൻഡ് ആണ്. വണ്ടിക്ക് ആസ്ക് ചെയ്യുന്ന പ്രൈസ് 8,70,000 രൂപ കേട്ടോ. അപ്പൊ ബ്രഷ് നോക്കുന്നവരുണ്ടെങ്കിൽ മീൻസ് അധികം ഓട്ടോ ഒന്നും ഇല്ലാത്തവർക്ക് തീർച്ചയായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന കിടിലൻ വേരിയന്റ് ആണ്. VXA ആണ്. പെട്രോൾ ഫ്യൂൽ വരുന്ന വണ്ടിയാണ്. അപ്പം താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. 8,70,000 രൂപ ആസ്കിംഗ് പ്രൈസ് ആണ്. അപ്പൊ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാം. ഇതായിട്ട് വന്നേക്കുന്ന മഞ്ചാടിക്കുരു പോലത്തെ ഒരു മുത്താണ് കേട്ടോ. KL59W2203 എന്ന് പറഞ്ഞ നമ്പറിൽ വരുന്ന ഒരു സ്വിഫ്റ്റ് VXA ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ വരുന്ന വണ്ടിയാണ്. VXA വേരിയന്റ് ആണ്. ടയേഴ്സിന്റെ ഗ്രിപ്പ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല കണ്ടീഷനാണ്. എക്സ്റ്റീരിയർ ഇന്റീരിയർ വെൽ മെയിൻറ്റൈൻഡ് ആണ്. ആകെപ്പാടെ 36,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. അപ്പൊ വണ്ടിക്ക് ആസ്ക് ചെയ്യണ പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6,70,500 രൂപയാണ് കേട്ടോ. അപ്പൊ ഓട്ടോമാറ്റിക് സ്വിഫ്റ്റ് താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. ഒരു ബലേനോ തപ്പി നടക്കുന്നുണ്ട്. ബലേനോ തപ്പി നടക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു കിടിലൻ ബലേനോ കിട്ടിയിട്ടുണ്ട്. KL60S7165 എന്ന് പറഞ്ഞ നമ്പറിൽ വരുന്ന കിടിലൻ വണ്ടി. സേട്ട വേരിയന്റിലാണ് വണ്ടി വരുന്നത്. ടയേഴ്സിന്റെ കണ്ടീഷൻ നോക്കുവാണെങ്കിൽ കിടിലൻ ഗ്രിപ്സ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇന്റീരിയർ വെൽ മെയിൻറ്റൈൻഡ് ആണ്. എക്സ്റ്റീരിയർ അതിലും നല്ലോണം മെയിൻറ്റൈൻഡ് ആണ്. ആകപ്പാട് ഓടിയിട്ടുള്ളത് 11,000 കിലോമീറ്റർ ആണ്. വണ്ടിക്ക് കസ്റ്റമർ ചോദിക്കണ ഫിക്സഡ് പ്രൈസ് ആണ് 7,50,000 രൂപ. അപ്പൊ 21 മോഡൽ സീറ്റ വേരിയന്റ് ബലേനോ കിടിലൻ വണ്ടി. താല്പര്യമുള്ളവര് പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോട്ടോ. ഫുള്ള് ലോണിൽ വന്നേക്കുന്ന വണ്ടിയിലൊന്നാണ് കേട്ടോ. 2021 മോഡൽ സെക്കൻഡ് RC കിടക്കുന്ന ബലേനോ ആൽഫ വേരിയന്റിൽ വരുന്ന വണ്ടിയാണ്. 7,65,000 രൂപയാണ് പ്രൈസ് എന്ന് പറയുന്നത്. വെറും 43,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. KL14AA3330 എന്ന് പറഞ്ഞ നമ്പറിൽ വരുന്ന വണ്ടിയാണ് കേട്ടോ. അപ്പൊ ഫുള്ള് ലോണിൽ കിടിലൻ ഒരു ബലേന വേണ്ടവര് പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. ഇന്റീരിയർ എക്സ്റ്റീരിയർ വെൽ മെയിൻറ്റൈൻഡ് ആണ്. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ പക്ക. ഓവറോൾ മൊത്തത്തിൽ പുതിയ വണ്ടി എങ്ങനെയാണോ ആ കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്ത് കിടക്കുന്നതാണ്. ലേശം പൊടി പിടിച്ചിട്ടുണ്ട്. വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ നീറ്റ് ആയിട്ടുള്ള ബലേനോ ഫുള്ള് ലോണിൽ ഇറക്കാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ആയിട്ട് വന്നേക്കുന്നത് 2019-20 രജിസ്ട്രേഷനിൽ വരുന്ന സിംഗിൾ RC കിടക്കുന്ന ഒരു കിടിലൻ സ്വിഫ്റ്റ് VXA ആണ്. വെറും 23,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. വണ്ടിന്റെ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6,15,000 രൂപയാണ്. KL13AR2671 എന്ന് പറഞ്ഞ നമ്പറിൽ വരുന്നതാണ്. കിടിലൻ വണ്ടിയാണ്. നീറ്റ് വണ്ടിയാണ് കേട്ടോ. ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല. ടയർ ഗ്രിപ്പ് ഒക്കെ കിടിലനായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മീൻസ് നല്ല ഗ്രിപ്പ് കാര്യങ്ങൾ അവൈലബിൾ ആണ്. ഇന്റീരിയർ എക്സ്റ്റീരിയർ വെൽ മെയിൻറ്റൈൻഡ് ആണ്. അപ്പൊ നല്ലൊരു നീറ്റ് സ്വിഫ്റ്റ് താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാം. ട്രാവൽ എല്ലാം ചെയ്യുമ്പോൾ അത്യാവശ്യം ലഗേജും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു കിടിലൻ ഡിസൈർ വന്നിട്ടുണ്ട്. സ്വിഫ്റ്റ് ഡിസൈർ VXA ആണ്. 2014 മോഡൽ സിംഗിൾ RC വണ്ടി. 30,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള വണ്ടി. 4,30,000 രൂപയാണ് പ്രൈസ് എന്ന് പറയുന്നത്. KL59J4591 എന്ന് പറഞ്ഞ നമ്പറിൽ വരുന്ന വണ്ടിയാണ്. ഇന്റീരിയർ എക്സ്റ്റീരിയർ വെൽ മെയിൻറ്റൈൻഡ് ആണ്. പുത്തൻ വണ്ടി മാറി നിൽക്കും. അപ്പൊ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോ. നമ്പർ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ എടുക്കേണ്ടവർക്ക് എടുക്കാം. ചെക്ക് ചെയ്തിട്ട് ശേഷം മാത്രം കോൺടാക്ട് ചെയ്യാം കേട്ടോ. ടയർ ഗ്രിപ്പ് ഒക്കെ നോക്കുവാണെങ്കിൽ പുത്തൻ ടയർ ആണ്. ഒരു 95% ഗ്രിപ്പും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാം. 7 സീറ്റർ നോക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു കിടിലൻ ഇന്നോവ വന്നിട്ടുണ്ട് കേട്ടോ. ഒറിജിനൽ
ഒറിജിനൽ കേരള വണ്ടിയാണ്. 2014 മോഡല്, സിംഗിൾ RC കിടക്കുന്ന 63,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു നീറ്റ് ആൻഡ് ക്ലീൻ വൈറ്റ് ഇന്നോവ സെഡ് കിടിലം വണ്ടിയാണ്. വണ്ടിക്ക് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 13,80,000 രൂപയാണ്. KL 14Q1900 എന്ന് പറഞ്ഞ കിടിലം വണ്ടി. ഇന്റീരിയർ എക്സ്റ്റീരിയർ വെൽ മെയിൻറ്റൈൻ ആണ്. ഒറിജിനൽ കേരള, സിംഗിൾ RC, വെറും 63,000 കിലോമീറ്റർ. നീറ്റ് വണ്ടിയാണ് കേട്ടോ. ടയർ ഗ്രിപ്പ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു 75% അപ്പോൾ ഗ്രിപ്പ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പൊ താല്പര്യമുള്ളവര് ഇന്നോവ വേണ്ടവര് പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാം. കിടിലൻ അൾട്ടോ വന്നിട്ടുണ്ട് കേട്ടോ. KL 795914 എന്ന് പറയുന്ന നമ്പറിൽ വരുന്ന വണ്ടിയാണ്. അൾട്ടോ LX ആണ്, സിംഗിൾ RC വണ്ടി. 60,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഫ്രണ്ടത്തെ 2 ടയർ തീർന്നിട്ടുണ്ട്, പക്ഷെ പുതിയ ടയർ ഇവർ ഇട്ട് തരും. പ്രൈസ് എന്ന് പറയുന്നത് 3,30,000 രൂപയാണ് ഫൈനൽ പ്രൈസ്. ഇന്റീരിയർ വെൽ മെയിൻറ്റൈൻഡ് ആണ്. സീറ്റ് കവർ ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല. നീറ്റായിട്ട് തന്നെ മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട്. നമ്പർ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. ഹിസ്റ്ററി എടുക്കുക, ചെക്ക് ചെയ്യുക. എന്നിട്ട് ലോ ബഡ്ജറ്റിലുള്ള അൾട്ടോ LX താല്പര്യമുള്ളവര് പെട്ടെന്ന് തന്നെ വരിക, എടുത്തു പോക്കി കൊണ്ടുപോയിക്കോളും. 2018 മോഡൽ അൾട്ടോ K10 VX ആണ്. KL 14W2085 എന്ന് പറഞ്ഞ നമ്പറിൽ വരുന്ന വണ്ടിയാണ്. സിംഗിൾ RC വണ്ടിയാണ്. 63,000 കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുണ്ട്. അപ്പൊ വണ്ടീന്റെ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ലക്ഷം രൂപയാണ് കേട്ടോ. നല്ല ട്രാക്കും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ലോൺ അപ്രൂവലും കിട്ടുന്നതായിരിക്കും. ഇന്റീരിയർ എക്സ്റ്റീരിയർ വെൽ മെയിൻറ്റൈൻഡ് ആണ്. ഫ്രണ്ടത്തെ 2 ടയർ ഏകദേശം ഗ്രിപ്പ് തീരാനായിട്ടുണ്ട്, പക്ഷെ പുതിയ ടയർ ഇവർ സെറ്റ് ചെയ്ത് തരും കേട്ടോ. അപ്പൊ താല്പര്യമുള്ളവര് ഹിസ്റ്ററി എടുക്കുക, കോൺടാക്ട് ചെയ്യുക, എടുത്തു പോക്കി കൊണ്ടായിക്കോളാം. അടുത്തായിട്ട് നമുക്ക് ഒരു സെലേറിയോ ആണ് വന്നിട്ടുള്ളത്. 18 മോഡൽ സെക്കൻഡ് RC കിടക്കുന്ന സെലേറിയോ ZXi വേരിയന്റിൽ വരുന്ന വണ്ടിയാണ്. KL 58Y7385 എന്ന് പറഞ്ഞ നമ്പറിൽ വരുന്ന വണ്ടിയാണ്. ടയേഴ്സിന്റെ ഗ്രിപ്പ് ഒക്കെ നോക്കുവാണെങ്കിൽ നല്ല കണ്ടീഷൻ ഗ്രിപ്പ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പൊ വണ്ടീന്റെ പ്രൈസ് എന്ന് വെച്ചാൽ 4,35,000 രൂപയാണ്. ഇന്റീരിയർ എക്സ്റ്റീരിയർ വെൽ മെയിൻറ്റൈൻഡ് ആണ്. 63,000 കിലോമീറ്റർ മാത്രമേ ആകെ ഓടിയിട്ടുള്ളൂ കേട്ടോ. അപ്പൊ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാം. നീറ്റ് വണ്ടിയാണ്. പേഴ്സണലി പറയുകയാണെങ്കിൽ നീറ്റ് വണ്ടിയാണ്. 2010 മോഡലിലുള്ള സ്വിഫ്റ്റ് VXi വേരിയന്റിൽ വരുന്ന വണ്ടി വന്നിട്ടുണ്ട്. തേർഡ് RCയിലാണ് വണ്ടി കിടക്കുന്നത്. KL 14J6865 എന്ന് പറഞ്ഞ നമ്പറിലാണ് വരുന്നത്. ഇന്റീരിയർ അത്യാവശ്യം നല്ല രീതിയിൽ വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എക്സ്റ്റീരിയർ സൈഡ് നോക്കുവാണെങ്കിൽ ചില്ലറ ഈ ലൈറ്റ്സിന്റെ കാര്യങ്ങളൊക്കെ കുറച്ച് ഷെയ്ഡ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ടയേഴ്സിന്റെ കണ്ടീഷൻ ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല ഗ്രിപ്പ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. വണ്ടിന്റെ പ്രൈസ് എന്ന് വെച്ചാൽ 1,85,000 രൂപയാണ് കേട്ടോ. അപ്പൊ സ്വിഫ്റ്റ് താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാം. ഗൈസ്, വീണ്ടും നമുക്ക് നല്ല ഡിക്കി സ്പേസും കാര്യങ്ങളൊക്കെ വേണ്ടവർക്ക് വേണ്ടിയിട്ട് 2017 മോഡൽ ഒരു സ്വിഫ്റ്റ് ഡിസയർ VXi വേരിയന്റിൽ വരുന്ന വണ്ടി വന്നിട്ടുണ്ട്. സിംഗിൾ RC വണ്ടി. 63,000 മാത്രം ഓടിയിട്ടുള്ള വണ്ടിയാണ്. 5,20,000 രൂപയാണ് വണ്ടീന്റെ പ്രൈസ് എന്ന് പറയുന്നത്. നീറ്റ് വണ്ടിയാണ്. ടയേഴ്സിന്റെ ഗ്രിപ്പ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അവൈലബിൾ ആണ്. ഇന്റീരിയർ എക്സ്റ്റീരിയർ വെൽ മെയിൻറ്റൈൻഡ് ആണ്. അപ്പൊ താല്പര്യമുള്ള ഒരു ഡിസയർ വേണ്ടവര് പെട്രോൾ ഫ്യൂവലിൽ വരുന്ന ഒരു കിടിലം വണ്ടി 5,20,000 രൂപ. നമ്പർ വന്നിട്ട് KL 60M9997 എന്ന് പറഞ്ഞ നമ്പറിലായിട്ട് വരണേ. അപ്പൊ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാം. ഡിസയർ നോക്കുന്നവർക്ക് വേണ്ടിയിട്ട് വീണ്ടും ഒരു നീറ്റ് ഡിസയർ വന്നിട്ടുണ്ട്. സിംഗിൾ RC കിടക്കുന്ന 2021 മോഡലുള്ള VXi വേരിയന്റിലുള്ള വണ്ടിയാണ്. ടയേഴ്സിന്റെ ഗ്രിപ്പ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. സോ 4 ടയർ പുതിയ ടയർ ഇട്ട് തരും. KL 798556 എന്ന് പറയുന്ന നമ്പറിൽ വരുന്ന വണ്ടിയാണ്. ഇന്റീരിയർ എക്സ്റ്റീരിയർ വെൽ മെയിൻറ്റൈൻഡ് ആണ്. ആകെ 50,000 കിലോമീറ്റർ മാത്രമാണ് ഓടിയിട്ടുള്ളത്. അപ്പൊ ഈ വണ്ടിന്റെ വില എന്ന് പറഞ്ഞാൽ 6,60,000 രൂപയാണ്. അപ്പൊ താല്പര്യമുള്ളവര് പെട്ടെന്ന് തന്നെ കോൺടാക്ട്. ഫുള്ള് ലോൺ അവൈലബിൾ ആയിട്ടുള്ള ഒരു നീറ്റ് വണ്ടിയാണ്. 2021 മോഡൽ സാൻഡ്രോ സ്പോർട്സ്. KL 14AA0376 എന്ന് പറഞ്ഞ നമ്പറിൽ വരുന്ന വണ്ടിയാണ്. ഇന്റീരിയർ എക്സ്റ്റീരിയർ വെൽ മെയിൻറ്റൈൻഡ് ആണ്. 4,25,000 രൂപയാണ് വണ്ടീന്റെ പ്രൈസ് എന്ന് പറയുന്നത്. വണ്ടി ഓടിയ കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 60,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത്. ടയേഴ്സിന്റെ ഗ്രിപ്പ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു 95% എപ്പോ ഗ്രിപ്പ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. എക്സ്റ്റീരിയർ ഇന്റീരിയർ വെൽ മെയിൻറ്റൈൻഡ് ആണ്. അപ്പൊ താല്പര്യമുള്ളവർ ഫുള്ള് ലോണിൽ വണ്ടി വേണ്ടവര്, അത്യാവശ്യം നല്ല ട്രാക്കും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ഫുള്ള് ലോണിൽ വണ്ടി അവൈലബിൾ ആയിരിക്കും. ആരെങ്കിലും ഫുള്ള് ലോണിൽ വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ അവർക്കും ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. മാർക്കറ്റിൽ ഒരുപാട് ഡിമാൻഡ് ഉള്ള ഒരു വാഹനമാണ് ഹ്യുണ്ടായിന്റെ ക്രെറ്റ. അപ്പൊ 2022 മോഡൽ ക്രെറ്റ EX വേരിയന്റിൽ വരുന്ന വണ്ടിയാണ്. ഒരു 85% ടയർ ഗ്രിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്റീരിയർ എക്സ്റ്റീരിയർ വെൽ മെയിൻറ്റൈൻഡ് ആണ്. KL 60U1360 എന്ന് പറയുന്ന നമ്പറിലാണ് വണ്ടി വരുന്നത്. സിംഗിൾ RC വണ്ടിയാണ്. 20,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. വണ്ടീന്റെ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 11,70,500 രൂപയാണ്. അപ്പൊ പെട്രോൾ ഫ്യൂവൽ വരുന്ന ക്രെറ്റ EX താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളി. നീറ്റ് വണ്ടിയാണ്, എടുത്തു നോക്കി കൊണ്ടുപോയിക്കോളി. ഇപ്പൊ അത്യാവശ്യം നല്ല വലിയൊരു വാഹനം നോക്കുന്നവർക്ക് വേണ്ടിയിട്ട് 2021 മോഡല് ഗ്ലാൻസ വി ഓപ്ഷൻ ഓട്ടോമാറ്റിക് വണ്ടി വന്നിട്ടുണ്ട്. KL 60S7456 എന്ന് പറയുന്ന നമ്പറിൽ വന്നേക്കുന്ന വണ്ടിയാണ്. 43,000 കിലോമീറ്റർ മാത്രമാണ് ആകെ ഓടിയിട്ടുള്ളത്. സിംഗിൾ RC കിടക്കുന്ന വണ്ടിയാണ്. വണ്ടിന്റെ ടയർ ഗ്രിപ്പ് ഒക്കെ നോക്കുവാണെങ്കിൽ ഒരു 65% അപ്പോൾ ഗ്രിപ്പ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നീറ്റ് ആയിട്ട് ഇന്റീരിയർ എക്സ്റ്റീരിയർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. വണ്ടീന്റെ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8,25,000 രൂപയാണ് ഇവര് ആസ്ക് ചെയ്യാനായിട്ടോ. അപ്പൊ താല്പര്യമുള്ളവര് ഒരു ഗ്ലാൻസ ഓട്ടോമാറ്റിക് ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. നീറ്റ് വണ്ടിയാണ്, വെൽ മെയിൻറ്റൈൻഡ് കാറാണ്. ഡിജിറ്റൽ ചെറിയ ഓട്ടോമാറ്റിക് കാർ നോക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു നീറ്റ് കാർ വന്നിട്ടുണ്ട്.
വന്നിട്ടുണ്ട്. ക്വിഡ് RXT ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ വരുന്ന വണ്ടിയാണ്. KL60 64617 എന്ന് പറഞ്ഞ നമ്പറിൽ വരുന്ന വാഹനമാണ് കേട്ടോ. സിംഗിൾ RC വണ്ടിയാണ്. 23,000 കിലോമീറ്റർ മാത്രമാണ് ആകെ ഓടിയിട്ടുള്ളത്. വണ്ടീന്റെ പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4,15,000 രൂപയാണ്. ഇന്റീരിയർ എക്സ്റ്റീരിയർ വെൽ മെയിൻറ്റൈൻഡ് ആണ്. ചെറിയ ബമ്പറിന് ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ടയേഴ്സിന്റെ ഗ്രിപ്പ് കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ഒരു 75% അപ്പോൾ ഗ്രിപ്പും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പൊ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാം. ഈ സൾട്ടോ നോക്കുന്നവർക്ക് വേണ്ടിയിട്ട് സിംഗിൾ RCയിലുള്ള ഒരു നീറ്റ് വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. 2014 മോഡലാണ്. KL60 H7348 എന്ന് പറഞ്ഞ നമ്പറിൽ വരുന്നതാണ്. ഇന്റീരിയർ എക്സ്റ്റീരിയർ വെൽ മെയിൻറ്റൈൻഡ് ആണ്. ടയേഴ്സിന്റെ കണ്ടീഷൻ ഒക്കെ നോക്കുവാണെങ്കിൽ 75% അപ്പോൾ ഗ്രിപ്പ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നീറ്റ് ആയിട്ട് മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട്. വണ്ടീന്റെ പ്രൈസ് എന്ന് വെച്ചാൽ 2,35,000 രൂപയാണ്. വെറും 49,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാം. നമ്മൾ ഫുള്ള് ലോണിൽ വന്നേക്കണ ഒരു നീറ്റ് വണ്ടിയാണ് കേട്ടോ. അമേസ് VX സിംഗിൾ RC വണ്ടി. 48,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള KL60 T1097 എന്ന് പറഞ്ഞ നമ്പറിൽ വരുന്ന എക്സ്റ്റീരിയർ ഇന്റീരിയർ വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ടയേഴ്സിന്റെ ഗ്രിപ്പ് ഒക്കെ അടിപൊളി ഗ്രിപ്പ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ള എന്റെ ഒരു നീറ്റ് വണ്ടി. അപ്പൊ വണ്ടീന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 7 ലക്ഷം രൂപയാണ്. ഫുള്ള് ലോണിൽ അത്യാവശ്യം നല്ല ട്രാക്ക് ഉള്ളവർക്ക് ഫുള്ള് ലോണിൽ നമുക്ക് വണ്ടി ഇറക്കി കൊടുക്കാൻ പറ്റും. അപ്പം നീറ്റ് ആയിട്ടുള്ള ഒരു അമേസ് താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ജസ്റ്റ് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പെട്രോൾ ഫ്യൂവലിൽ വരുന്ന ഒരു i20 വന്നിട്ടുണ്ട്. 2019 മോഡൽ സിംഗിൾ RCയിൽ 50,000 കിലോമീറ്റർ ഓട്ടമുള്ള ഒരു സ്പോർട്സ് വേരിയന്റിൽ വരുന്ന വണ്ടിയാണ്. KL60 Q4443 എന്ന് പറഞ്ഞ നമ്പറിൽ വരുന്ന വണ്ടിയാണ് കേട്ടോ. അപ്പോൾ i20 പെട്രോൾ ആണ് ഫ്യൂവൽ വരുന്നത്. നീറ്റ് വണ്ടിയാണ്. ഇന്റീരിയർ എക്സ്റ്റീരിയർ വെൽ മെയിൻറ്റൈൻഡ് ആണ്. ടയേഴ്സിന്റെ ഗ്രിപ്പ് ഫ്രണ്ടിലത്തെ 2 ടയർ പുത്തൻ ടയറാണ്. ബാക്കിലെ ടയർ ഒരു 55-65% അപ്പോൾ ഗ്രിപ്പ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ i20 താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. വണ്ടീന്റെ പ്രൈസ് എന്ന് വെച്ചാൽ 6,40,000 രൂപയാണ്. ഏകദേശം ഒരു 5.5 ലക്ഷം രൂപ 5.45 നല്ല സിബിൽ ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ലോൺ അപ്രൂവലും കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പൊ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ലാസ്റ്റ് വന്നിരിക്കുന്ന ഫുള്ള് ലോൺ കിട്ടുന്ന ഒരു വണ്ടിയാണ്. 2022 മോഡൽ Celerio ZXi മാനുവൽ ട്രാൻസ്മിഷൻ വരുന്ന വണ്ടിയാണ്. KL58A G2459 എന്ന് പറഞ്ഞ നമ്പറിൽ വരുന്ന വണ്ടിയാണ്. നീറ്റ് വണ്ടിയാണ്. അടിപൊളിയായിട്ട് ഇന്റീരിയർ എക്സ്റ്റീരിയർ കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ലോ കിലോമീറ്റർ ഓടിയ ഒരു അടിപൊളിയാണ്. ടയേഴ്സിന്റെ ഗ്രിപ്പ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 75% അപ്പോൾ ഗ്രിപ്പ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. ഫുള്ള് ലോൺ അപ്രൂവൽ കിട്ടുന്നതായിരിക്കും. നല്ല സിബിൽ സ്കോർ കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ഫുള്ള് ലോൺ അപ്രൂവൽ കിട്ടുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ കയ്യിൽ ടോട്ടൽ ഉള്ള വണ്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഈ കാണുന്ന ആണ്. ആരെങ്കിലും ഒക്കെ നോക്കുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളെ വീഡിയോ കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യുക. അപ്പൊ ഏതെങ്കിലും വാഹനങ്ങൾക്ക് എൻക്വയറി ഉണ്ടെങ്കിൽ ജസ്റ്റ് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ നിലവിൽ 4 വണ്ടികൾ നമ്മൾ ഫുള്ള് ലോണിൽ കിട്ടുന്ന വണ്ടികളുണ്ട്. അത് കൂടാണ്ട് വീഡിയോ കണ്ടിട്ട് വരുന്നവർക്ക് എന്റെ വക എടുക്കുന്ന വണ്ടിക്ക് 2,000 രൂപേന്റെ ഫ്യൂവൽ ഫ്രീ. അപ്പോൾ ഓക്കെ, താങ്ക് യു, ബൈ.